കാണുമായിരുന്നു. എന്നോട് തൻ്റെ തനിപ്പെട്ട കാര്യങ്ങൾ ധാരാളം പറയാറുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചത്തേക്ക് മുമ്പിലത്തെ ബുധനാഴ്ച രാത്രി അർദ്ധരാത്രി എന്നെ വിളിച്ചിട്ട് എൻ്റെ മനസ്സിലുണ്ടായ പ്രയാസങ്ങൾ പലതും എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട് ഈ അച്ചായനെ കണ്ട നാൾ മുതൽ എനിക്കൊരു കൂട്ടുകാരനെ പോലെ, ഒരു മൂത്ത സഹോദരനെ പോലെയാണ് എന്നോടുകൂടെ കാണപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. അന്ന് അച്ചായൻ ഇടുമാങ്ങാട് സഭയിൽ സഭാ ശുശ്രൂഷകനായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക പ്രാർത്ഥന അന്ന് അതിശക്തമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ ഒരു സന്ദർഭത്തിൽ അച്ചായനോട് ചോദിച്ചു, എന്തുകൊണ്ട് ഈ പ്രാർത്ഥന മറ്റു വേലക്കാർ ആരും ചെയ്യാതിരിക്കുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ഒരു മറുപടി കൊടുത്തു. കുറേ നാളുകൾക്ക് മുമ്പ് കർത്താവ് എന്നോട് സംസാരിച്ചു, ഞാൻ നിനക്ക് കൊടുത്ത താലന്ത് കൊണ്ട് നീ വേറെ താലന്ത് സമ്പാദിച്ചില്ല എങ്കിൽ ഞാൻ നിന്നോട് കണക്ക് ചോദിക്കും. ഞാൻ കണക്ക് ചോദിക്കുമ്പോൾ നീ എന്നോട് ഒന്നും മറുപടി പറയുകയില്ല. ആ ശബ്ദം കേട്ട് ഞാൻ പേടിച്ചാണ് ഈ പ്രാർത്ഥനയിൽ നടത്തുവാൻ ഞാൻ മുമ്പോട്ട് വന്നേ. അന്നത്തെ നാളുകളിൽ നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട മഹത്വത്തിൽ പ്രവേശിച്ച ജോസഫ് ടി അപ്പച്ചനാണ് അവിടുത്തെ സെൻട്രൽ പാസ്റ്ററായിരുന്നു. അപ്പോൾ ഈ അച്ചായനോട് പറഞ്ഞ് എൻ്റെ പേര് പറഞ്ഞിട്ട് ജോണിയും കൂടെ നീ കൂട്ടാക്കിക്കൊള്ളണം, പ്രാർത്ഥനയിൽ നിങ്ങൾ സഹകരിക്കണം, പ്രാർത്ഥിക്കണം, ഈ ദൈവജനത്തിന് വേണ്ടി ഇടിവുകളിൽ നിൽക്കണമെന്ന് അപ്പച്ചൻ അന്ന് അച്ചായനോട് പറയുകയും എന്നോടും പറഞ്ഞു, നീയും അച്ചായനോട് കൂടെ ചേർന്ന് നീ പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ പല പ്രാർത്ഥനകളിൽ മുഴുവൻ കേരളത്തിലും അവിടെയും ഇവിടെയുമായി ഞങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു സന്ദർഭത്തെ ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ തനിപ്പെട്ട വിധത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പേഴ്സണൽ പ്രയർ എന്ന് പറയുമ്പോൾ എന്നെയും അതിൽ കൂട്ടാകും. ആ പ്രാർത്ഥനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, മഹത്വമെല്ലാം നിനക്കുള്ളത്, എനിക്ക് താഴ്മ എപ്പോഴും തരണം കർത്താവേ. മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ എത്ര അപമാനപ്പെട്ടാലും നിന്ദിക്കപ്പെട്ടാലും അത് സഹിക്കുവാൻ എന്നെ സഹായിക്കുന്നതിന് പ്രാർത്ഥിക്കും. താഴ്മയ്ക്ക് വേണ്ടി എപ്പോഴും ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തൻ്റെ കൂട്ടുവേലക്കാരെയോ അല്ലെങ്കിൽ സഭാ വിശ്വാസികളെയോ തന്നെക്കാൾ ശ്രേഷ്ഠരെന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യേക ദിവ്യ സ്വഭാവം അച്ചാനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. തന്നെക്കാൾ ഇളയവരെ എല്ലാവരെയും വിളിക്കുന്നത് അണ്ണ, അച്ചായ, എന്നെ വിളിക്കുകയുള്ളൂ. തൻ്റെ മേൽ നടത്തുക എന്തു പറഞ്ഞാലും അതുപോലെ അനുസരിക്കുന്ന ഒരു നല്ല ശീലം അച്ചായൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, അച്ചായൻ്റെ ഒരു പ്രത്യേക അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരു സന്ദർഭത്തിൽ അച്ചായൻ്റെ ഒരു കൂട്ടുകാർ നാഗോൽ ജില്ലയിൽ DRO ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് അച്ചായന് ഒരു ഫോൺ വന്നു. അന്ന് അച്ചായൻ വെങ്കഞ്ചി സഭയിൽ സഭാ ശുശ്രൂഷകനായിരുന്നു. ആ രാത്രി ഒരു വൈകുന്നേര സമയമായിരുന്നു ഫോൺ വന്നത്. ഉടനെ പെട്ടെന്ന് എന്നെ വിളിച്ചു. ഞാനും അവിടെ കൂടി. അപ്പോൾ ഞങ്ങളുടെ കൂട്ടിന് ദൈവത്തിന് സ്തോത്രം ഇരുപടിയൂരിൽ പ്രവർത്തിച്ച സിസ്റ്റർ കുമാരിയുടെ സഹോദരൻ വെങ്കടമ്പൂർ വിശ്വാസി സാം സഹോദരനും കൂടെ ഞങ്ങൾ 3 പേരുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ പോയത് ഒരു യുവതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. എന്നാൽ താമസിച്ചു പോയി. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ആ ഫോണിൽ കോൾ വന്ന് ദൈവത്തിന് സ്തോത്രം ആ കൊച്ചു മരിച്ചെന്നറിഞ്ഞപ്പോൾ അച്ഛൻ ഭയങ്കര വിഷമമുണ്ടായി. നേരെ ഞങ്ങൾ ആ സാംസാരെ കൂട്ടിക്കൊണ്ട് ട്രിവാൻഡ്രം മാർച്ചവരിയിലേക്ക് ഓടി. അന്ന് രജിസ്റ്റർ നോക്കി. അവിടെ വെയിറ്റിംഗിൽ കിടന്നതായ മൃതശരീരം ഓരോന്നായി അച്ചായനും ആ വിശ്വാസിയും ആ സാംസാരും കൂടെ ചേർന്ന് പരിശോധിച്ച് അവിടെ നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, അവർ ICUവിൽ നിന്ന് പുറത്ത് വച്ചിരിക്കുകയാണ്, അതിൻ്റെ പേപ്പർ ശരിയായ ഉടനെ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അച്ചായൻ ഞാനും സാംസാരും കൂടെ പെട്ടെന്ന് അകത്ത് ഓടി. അവർ ICUവിൽ നിന്ന് പുറത്ത് ആ യുവതിയെ പുറത്ത് വച്ചിരുന്നു. അച്ചായൻ അവിടെ ചെന്ന് നിങ്ങളോട് പറഞ്ഞു, ദൈവം ഒരിക്കലും ഈ കൊച്ചിൻ്റെ ജീവൻ എടുക്കുകയില്ല, കർത്താവ് ജീവനെ തിരികെ തരും എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അച്ചായൻ ആ യുവതിയുടെ കാൽ പിടിച്ച് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ, ഈ കൊച്ചിൻ്റെ ജീവനെ തിരികെ തരണേ എന്ന് പ്രാർത്ഥിച്ചു. അവർ ഒരു ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. കുറച്ചു നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവരുടെ ശരീരം ചലിക്കുവാൻ തുടങ്ങി. ഉടനെ സാംസാർ അവിടുത്തെ ഡോക്ടറെ വിളിച്ചിട്ട് കൊച്ചു മരിച്ചില്ല, ജീവനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ അത്ഭുതമായി കണ്ടിട്ട് പറഞ്ഞു, ദൈവം തന്നെ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വേറൊരു സന്ദർഭത്തിൽ അവിടെ അതേ മെഡിക്കൽ കോളേജിൽ ഉച്ചനില മുതൽ ഉള്ളങ്കാൽ വരെയും പഴുത്ത് വ്രണമായി ശരീരം മുഴുവനും അഴുകിയ അവസ്ഥയിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അത് ഒരു വിശ്വാസിയുടെ ബന്ധുവായിരുന്നു. അദ്ദേഹം മരിച്ചുപോയാൽ ആ കുടുംബം അനാഥരായി പോകുമെന്ന് അവർ വിളിച്ചു.
അച്ഛൻ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് പോയത്. ദൈവത്തിന് സ്തോത്രം. എന്നോട് പറഞ്ഞു, ഞാൻ കൈവയ്ക്കുമ്പോൾ എൻ്റെ കൈയിൻ്റെ പുറത്ത് നീയും കൈവച്ച് പ്രാർത്ഥിക്കുക, ഈ കുടുംബത്തെ ആദരിപ്പാൻ ഈ സഹോദരനല്ലാതെ ആരുമല്ല ഇന്ന്. എന്നാൽ ആ ശരീരം മുഴുവനും അഴുകിയ അവസ്ഥയിലായിരുന്നു. എന്നാൽ അച്ഛൻ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ സഹോദരൻ ഒരു 10 ദിവസം കൊണ്ട് ഭേദപ്പെട്ട് സൗഖ്യമായി തൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ അച്ഛൻ്റെ എത്രയോ നല്ല അനുഭവങ്ങളുണ്ട്. ഏത് മരണ അവസ്ഥയിലായാലും അവർക്ക് വേണ്ടി നിലവിളിച്ചാൽ ദൈവം അതുപോലെ പ്രവർത്തിക്കുമെന്നാണ്. ഒരേ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ചെന്നൈ കൺവെൻഷനിലേക്ക് അച്ഛൻ വരാറില്ല. ആ വർഷം അങ്ങനെ വന്നപ്പോൾ ഉപവാസ പ്രാർത്ഥന നടത്തുന്ന സത്യേഷ് നപ്പസിനെ എന്നോട് പറഞ്ഞു, അവിടെ തിരുവനന്തപുരത്തിൽ നിന്ന് വിക്ടർ വന്നിരിക്കണമല്ലോ, വിക്ടറെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അച്ഛനെ ഞാൻ വിളിച്ചപ്പോൾ വ്യാഴാഴ്ച രാത്രിയായിരുന്നു. വെള്ളിയാഴ്ച യാത്ര തിരിക്കണം, ഉച്ചയ്ക്ക് തിരിക്കണം. അപ്പോൾ അപ്പച്ചനെ കണ്ട് സംസാരിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, വിക്ടർ ഇന്ന് രാത്രി പ്രാർത്ഥന നടത്തണം, എൻ്റെ കൂടെ ഇരിക്കണം. വെള്ളിയാഴ്ച നീ പ്രാർത്ഥന നടത്തിയിട്ട് നീ ശനിയാഴ്ച പോയാൽ മതി എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധവാന്മാരുടെ വാക്ക് കേട്ട് അനുസരിച്ച് വ്യാഴം വെള്ളിയും പ്രാർത്ഥന നടത്തി. അതിശക്തമായ ഒരു പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയിൽ 2 പേർ മരിച്ചവർ ഉയരോടെ എഴുന്നേൽക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ശനിയാഴ്ച രാവിലെ ഞാൻ അവിടെ 1 അവർ പ്രാർത്ഥന ചെയ്ത് പോകുമ്പോൾ യാഥാർത്ഥ്യമായ പാസ് മനാസയെ ഞാൻ കണ്ടു. ഒരു പാസ് മനാസയെ എന്നെ നീ വന്ന് എൻ്റെ റൂമിൽ കാണണമെന്ന് പറഞ്ഞു. ഞാൻ റൂമിൽ പോയി. അവിടെ ഉപവാസ പ്രാർത്ഥന നടത്തിയ വിക്ടർ എങ്ങനെ ഇരിക്കുന്നു, സന്തോഷമായിരിക്കും ഞാൻ ചോദിച്ചു. അതേ ഞാൻ പറഞ്ഞു. എന്നാൽ പരിചയപ്പെട്ടിട്ടില്ല, എന്നാൽ പേരിനെ അറിയാം. വിക്ടർ എന്ന് പ്രാർത്ഥിക്കുന്ന തിരുവനന്തപുരത്ത് ഒരു വേലക്കാരനുണ്ട്. എന്നെ റൂമിൽ വെച്ച് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, വിക്ടറോട് നീ ചെന്ന് പറയണം, ദൈവം നമ്മെ ദേശത്തിൽ കാവൽക്കാരനായി വച്ചിരിക്കുന്നു. ആ കാവൽക്കാരൻ്റെ ഉദ്യോഗം നന്നായി ചെയ്യുവാൻ വിക്ടറോട് നീ പറയണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയ കർത്താവിൻ്റെ ദൈവമക്കളെ, ഈ അപ്പച്ചനെ കുറിച്ച് ദൈവം ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ട്. ഇല്ലായ്മയിൽ ഉളവാക്കുന്ന ദൈവം എന്ന പോലെ വിക്ടർ സായൻ ഏത് കഷ്ടതയിലായിരുന്നാലും, ഏത് ദാരിദ്ര്യ അവസ്ഥയിലായിരുന്നാലും, ഏത് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായാലും വിക്ടർ സായൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവന് പ്രതീക്ഷ ഉണ്ടാകും, അവന് വിശ്വാസം ഉണ്ടാകും, അവന് ദൈവം അനുഗ്രഹിക്കുമെന്നാണ്. അതുപോലെ ശുശ്രൂഷ നന്നായി ചെയ്തു. മരിക്കുന്ന ഇന്നലെ രാത്രിയുടെ നെടുമാങ്ങാടി വിശ്വാസി വിളിച്ചു പ്രാർത്ഥിച്ചു. ആ വിശ്വാസിനോട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, അപ്പച്ചൻ എപ്പോൾ വിളിച്ചാലും എന്നെ പ്രാർത്ഥിക്കുകയും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. പക്ഷേ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചത് മക്കളെ ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാമെന്ന് ഫോൺ വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് സംശയം ഉണ്ടായി. ഞാൻ രാവിലെ അച്ഛനെ വിളിക്കണമെന്ന് ഓർത്തിരുന്നപ്പോൾ ഞാൻ രാവിലെ അറിയുന്നത് അച്ഛൻ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്നാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അച്ഛൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ നല്ല പ്രവൃത്തികൾക്കായും, അച്ഛനെ കൊണ്ട് ദൈവം ചെയ്ത എല്ലാ നല്ല ശുശ്രൂഷകൾക്കായും എൻ്റെ കർത്താവിനെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്ന വിരുദ് പ്രാപിപ്പാൻ സിയോനിൽ ചെന്ന് ചേരുവോളം കർത്താവിനെ ഭൂമിയിൽ നടത്തേണ്ടതിനായി ദൈവമക്കളുടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ ഇരുന്നു വന്നു. ദൈവത്തിന് സ്തോത്രം.